ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മുടെ മൊബൈലിൽ ഡേറ്റ ചാർജ് ചെയ്യുന്നത് 1 മാസത്തിനായിട്ടായിരിക്കും അല്ലെങ്കിൽ 3 മാസത്തിനായിട്ടായിരിക്കും. എന്നാൽ 1 മാസത്തിനായി ചാർജ് ചെയ്ത ഡേറ്റ ഒരു 15 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് മെസ്സേജ് വരും 90% ഡേറ്റ കാലിയായിട്ടുണ്ടെന്ന്. അതുപോലെ 3 മാസത്തിനായി ചാർജ് ചെയ്ത ഡേറ്റ 1 മാസം ആകുമ്പോഴേക്കും 90% കാലിയായെന്ന് മെസ്സേജും വരും. എന്നാൽ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുന്നതും കുറവായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് മൊബൈൽ ഡേറ്റ സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് മൊബൈൽ ഡേറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സ് പേജ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നീ ആപ്ലിക്കേഷൻസ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ എക്സാമ്പിളിനായി നമ്മുടെ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ മൊബൈൽ ഡേറ്റ ആൻഡ് വൈഫൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന ഓപ്ഷൻ എനേബിളിലിരുന്നാൽ ഡിസനേബിൾ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഓഫ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നാൽ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പുറത്തു വന്നാലും ഈ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ റണ്ണിങ്ങിലായിരിക്കും. സോ ഇത് കാരണം നമ്മുടെ മൊബൈൽ ഡേറ്റ ലോ ആകുന്നു. സോ മൊബൈൽ ഡേറ്റ കുറയാതിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഓഫ് ചെയ്യുക. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഓരോന്നും സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഓഫ് ചെയ്യുക. അടുത്തതായി നമുക്കിനി നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് പേജിൽ കാണുന്ന നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ആട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ലാസ്റ്റ് ഓപ്ഷനായ ഡോണ്ട് ആട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ ആപ്ലിക്കേഷൻസിൽ വരുന്ന അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ആകത്തില്ല. അടുത്തതായി നമുക്ക് ബാക്ക് വരാം. അടുത്തതായി ഇവിടെ ആട്ടോ പ്ലേ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡോണ്ട് ആട്ടോ പ്ലേ വീഡിയോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു സെറ്റിംഗ്സ് കൂടെ നോക്കാം. ഇതിനായി നമ്മുടെ മൊബൈലിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് പേജ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡേറ്റ സേവിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഡേറ്റ സേവിംഗ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഡേറ്റ സേവിംഗ് മോഡ് ഡിസനേബിളിലിരുന്നാൽ എനേബിൾ ചെയ്യുക. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് കാരണം നമ്മുടെ മൊബൈൽ ഡേറ്റ സേവ് ആകാൻ കാരണമാകുന്നു. മൊബൈൽ സെറ്റിംഗ്സിൽ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ മൊബൈൽ ഡേറ്റ സേവ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു. മൊബൈൽ ഡേറ്റ സേവ് ചെയ്യുന്നതിന് സെറ്റിംഗ്സിലെ ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.